നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളും തലക്കെട്ടുകളും എന്തൊക്കെയെന്ന് പരിശോധിക്കാം ഇന്നത്തെ പത്രങ്ങളിലൂടെ. ആദ്യം തന്നെ മാതൃഭൂമി പത്രമാണ്. മാതൃഭൂമി പത്രത്തിലെ ആദ്യ പേജുകളിലൊക്കെ തന്നെയും കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ആദ്യ പേജിൽ നോക്കുകയാണെങ്കിൽ തിടമ്പേറ്റി തൃശൂർ എന്ന തലക്കെട്ടോടെ കലോത്സവത്തിൽ തൃശൂർ കാഴ്ചവെച്ച മുന്നേറ്റത്തെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു വാർത്തയും ഒരു ചിത്രവും നൽകിയിരിക്കുന്നതായി കാണാം. തൊട്ടരികിലായി പമ്പ സന്നിധാനം വികസനം 1033 കോടിയുടെ ലേഔട്ട് പ്ലാൻ എന്ന വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. ഇനി താഴേക്ക് വരുമ്പോൾ UGC മാർഗരേഖ കേരളം കോടതിയിലേക്ക് പുതിയ പോർമുഖം എന്ന തലക്കെട്ടോടെ സംസ്ഥാന സർക്കാർ പണം മുടക്കുന്ന സർവകലാശാലകളിൽ കേന്ദ്രം പിടിമുറുക്കുന്നുവെന്ന വാദമുയർത്തി പുതിയ UGC മാർഗരേഖ കേരളം കോടതിയിൽ ചോദ്യം ചെയ്യും എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഇനി തൊട്ടരികിലായി പെരിയ ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നൽകിയിട്ടുണ്ട്. പെരിയ ഇരട്ടക്കൊലക്കേസ് KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പ്രതികൾ പുറത്തേക്ക് എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഹണി റോസിന്റെ പരാതി ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിൽ എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. നടി രഹസ്യമൊഴി നൽകിയ ഹൈലൈറ്റും ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട്. തൊട്ടു താഴെ തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കും തിരക്കും 6 പേർ മരിച്ചു എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഇനി ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്ന വാർത്തകൾ നോക്കാം. കമോൺ ലെറ്റ്സ് എൻജോയ്, മാതൃഭൂമി കപ്പ കൾച്ചറിന് നാളെ തുടക്കം എന്ന മാതൃഭൂമിയുടെ ഒരു സ്പെഷ്യൽ സ്റ്റോറി നൽകിയിരിക്കുന്നതായി കാണാം. ഏറ്റവും ഒടുവിലായി DCC ട്രഷററുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. DCC ട്രഷററുടെ മരണം ആത്മഹത്യാ പ്രേരണയ്ക്കും കേസെടുത്തു എന്നതാണ് വാർത്ത. അടുത്ത പത്രം മലയാള മനോരമയാണ്. മലയാള മനോരമയിൽ മാതൃഭൂമിയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് വാർത്ത നൽകിയിരിക്കുന്നത്. ആദ്യ പേജിൽ കാണാൻ സാധിക്കുന്നത് ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വാർത്തയാണ്. ലൈംഗികാധിക്ഷേപം ഹണി റോസിന്റെ പരാതിയിൽ നടപടി, ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിൽ എന്ന വാർത്തയാണ് വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. ഹണി റോസിന്റെ പ്രതികരണവും ഒപ്പം നൽകിയിട്ടുണ്ട്. കൂടാതെ മലയാള സിനിമാ സംഘടനകളുടെ പിന്തുണയുള്ളതായും ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിട്ടുണ്ട്. പിന്തുണയുമായി അമ്മ WCC എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. മനോരമയിൽ വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് മന്ത്രിസഭാ തീരുമാനം, മാസ്റ്റർ പ്ലാൻ പ്രകാരം സമഗ്ര വികസനം, ശബരിമലയ്ക്ക് 778.17 കോടി എന്ന തലക്കെട്ടാണ് ഈ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ: സന്നിധാനം 8 മേഖലകളായി തിരിച്ച് പദ്ധതികൾ. രണ്ടാമത്തെ ഹൈലൈറ്റ് താമസ പാർക്കിംഗ് സൗകര്യങ്ങൾ നിലയ്ക്കലിൽ എന്നിവയാണ്. ഇനി അതിന്റെ ഒരു സബ് സ്റ്റോറി നമുക്ക് കാണാൻ സാധിക്കും. അധിക പണം കേന്ദ്രത്തെ സമീപിക്കേണ്ടി വരും എന്നതാണ് തലക്കെട്ട്. അടുത്ത പത്രം ജന്മഭൂമിയാണ്. ജന്മഭൂമിയിൽ നോക്കുമ്പോൾ ആദ്യം തന്നെ കാണാൻ സാധിക്കുക കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സ്വർണ്ണ കിരീടം ശക്തന്റെ നാട്ടിലേക്ക് എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ തൃശൂർ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങുന്നതിന്റെ ഒരു ചിത്രവും നൽകിയിട്ടുണ്ട്. ഇനി താഴേക്ക് വരുമ്പോൾ ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിൽ എന്ന തലക്കെട്ടോടെ ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വിവാദത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടരികിലായി വളരെ പ്രാധാന്യത്തോടെ വലിയൊരു വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. മഞ്ജുഷ ഹണി റോസ് പിണറായിയുടെ ഇരട്ട നീതി എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. സ്ത്രീപക്ഷത്ത് നിൽക്കുക എന്നതിനപ്പുറം ജനശ്രദ്ധ ആകർഷിക്കാനുള്ള തട്ടിപ്പ് എന്ന ഒരു ഹൈലൈറ്റും ഇതിനൊപ്പം നൽകിയിട്ടുണ്ട്. അതായത് ADM നവീൻ ബാബുവിന്റെ കുടുംബത്തോടും ഹണി റോസിന്റെ പരാതിയോടും സർക്കാർ പ്രതികരിച്ചത് 2 രീതിയിലാണ് എന്ന രീതിയിലാണ് ഈ ഒരു വാർത്ത നൽകിയിരിക്കുന്നത്. ഇനി താഴേക്ക് വരുമ്പോൾ മാർച്ചിൽ രാജ്യവ്യാപകമാക്കും, വാഹനാപകടം ഒരാഴ്ച സൗജന്യ ചികിത്സ, ഒരാൾക്ക് 1.5 ലക്ഷം വരെ ഗഡ്കരി. ഈ തലക്കെട്ടോടുകൂടി ഉള്ള ഒരു വാർത്ത ഏറ്റവും ഒടുവിലായി കാണാം. വാഹനാപകടത്തിൽ പെടുന്നവർക്ക് ഒരാഴ്ച വരെ 1.5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി മാർച്ചോടെ രാജ്യവ്യാപകമായി നടപ്പാക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞതിനെ കുറിച്ചുള്ള വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ഇനി ഏറ്റവും ഒടുവിലായി കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം കേരള കൗമുദിയാണ്. കൗമുദിയിലും ജന്മഭൂമിയിലെ പോലെ തന്നെ കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നൽകിയിരിക്കുന്നത്. കലോത്സവത്തിൽ തൃശൂർ തിടമ്പേറ്റം എന്ന തലക്കെട്ടാണ് വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇനി മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നോക്കാം. ഹണി റോസിന്റെ പരാതി ബോബി അറസ്റ്റിൽ എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. വളരെ വിശദമായാണ് ആ വാർത്ത കൗമുദി നൽകിയിരിക്കുന്നത്. തൊട്ടരികിൽ തിരുപ്പതിയിൽ തിക്കിലും തിരക്കിലും 6 മരണം എന്ന വാർത്ത കൗമുദിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ സുപ്രീം കോടതിയുടെ ആശ്വാസ നീക്കം, മുല്ലപ്പെരിയാർ സുരക്ഷാ പരിശോധന വന്നേക്കും എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഇനി ഏറ്റവും ഒടുവിലായി നോക്കുകയാണെങ്കിൽ പെരിയ ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട വാർത്ത കൗമുദിയും നൽകിയിട്ടുണ്ട്. പെരിയ ഇരട്ടക്കൊല, കുഞ്ഞിരാമൻ അടക്കം 4 പേരുടെ ശിക്ഷയ്ക്ക് ഹൈക്കോടതി സ്റ്റേ എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. തൊട്ടരികിൽ കൗമുദിയുടെ ഒരു സ്പെഷ്യൽ സ്റ്റോറി നൽകിയിട്ടുണ്ട്. ഗുരുദേവ ദർശനം ലോകത്തെ പഠിപ്പിച്ച് ഫാദർ ജോർജ് തടത്തിൽ എന്ന തലക്കെട്ടാണ് ആ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നത്. അടുത്ത പത്രം ദീപികയാണ്. ദീപികയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പേജ് മുഴുവനായും ദീപിക കലോത്സവ വാർത്തകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതായി കാണാം. മാത്രമല്ല ദീപികയുടെ ആദ്യ പേജിലേക്ക് നോക്കുമ്പോൾ ആദ്യം തന്നെ
കാൽ നൂറ്റാണ്ടിനു ശേഷം സ്വർണ്ണക്കപ്പ് തൃശൂരിന് തൃശൂർ പൂരം എന്ന തലക്കെട്ടോടെയുള്ള ഒരു വാർത്ത കാണാൻ സാധിക്കും. കലോത്സവവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രവും അതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. തൊട്ടു താഴെ നൽകിയിരിക്കുന്ന വാർത്ത ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിൽ എന്ന വാർത്തയാണ്. അതിനോടൊപ്പം തന്നെ കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 ആദായ നികുതി ഇളവിന് നീക്കം എന്ന തലക്കെട്ടോടെയുള്ള ഒരു വാർത്ത കാണാൻ സാധിക്കും. കേന്ദ്ര ബജറ്റിൽ ആദായ നികുതി ഇളവുകളടക്കം വലിയ നികുതി പരിഷ്കാരങ്ങൾ പ്രഖ്യാപിക്കാനൊരുങ്ങി ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നതാണ് വാർത്ത. ഇനി താഴേക്ക് വരുമ്പോൾ പെരിയ ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. പെരിയ ഇരട്ടക്കൊലക്കേസ് മുൻ MLA അടക്കം 4 പ്രതികളുടെ ശിക്ഷ മരവിപ്പിച്ചു എന്നതാണ് വാർത്ത. ഇനി ദീപികയുടെ വലതുഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 3 ചെറിയ കോളം വാർത്തകൾ കാണാൻ സാധിക്കും. സ്പെഡെക്സ് ദൗത്യം വീണ്ടും മാറ്റിവെച്ചു എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ആദ്യ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വീണ്ടും മാറ്റിവെച്ചു എന്നതാണ് വാർത്ത. തൊട്ടു താഴെ നൽകിയിരിക്കുന്ന വാർത്ത DCC ട്രഷററുടെ മരണം ആത്മഹത്യാ പ്രേരണയ്ക്കു കേസ് എന്ന വാർത്തയാണ്. ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്നത് ഗവർണറുടെ നയപ്രഖ്യാപന കരടിന് മന്ത്രിസഭയുടെ അംഗീകാരം എന്നിവയാണ്. ഇനി മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കാം. യേശുവിനെ മോശമായി ചിത്രീകരിച്ചു BJP MLAക്കെതിരെ കേസ് എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. റായ്പൂരിലാണ് സംഭവം. താഴേക്ക് വരുമ്പോൾ വനം നിയമ ഭേദഗതി ആശങ്കകൾ പരിഹരിക്കണമെന്ന് സിറോ മലബാർ സഭ സെനറ്റ് എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടരികിൽ വയനാട് കൊല്ലിവയലിൽ കാട്ടാനാക്രമണം, കർണാടക സ്വദേശി മരിച്ചു എന്ന വാർത്തയും ദീപികയിൽ കാണാൻ സാധിക്കും. അടുത്ത പത്രം മാധ്യമമാണ്. മാധ്യമത്തിൽ വളരെ മനോഹരമായൊരു ചിത്രത്തോടെയാണ് മാധ്യമം പത്രത്തിന്റെ ആദ്യ പേജ് തുടങ്ങുന്നത്. കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്തയായിരുന്നു അത്. ആവേശ കൊടുമുടി എന്ന ക്യാപ്ഷനാണ് ഈ ചിത്രത്തിന് നൽകിയിരിക്കുന്നത്. തലസ്ഥാനത്ത് തൃശൂർ പൂരം എന്ന തലക്കെട്ടും ഈ വാർത്തയ്ക്ക് നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകൾ നോക്കാം. KFC അഴിമതി ഗൂഢാലോചന റിലയൻസിന് വേണ്ടി ആസൂത്രണം തുടങ്ങിയത് 2016 കൂടുതൽ വിവരങ്ങൾ പുറത്ത് എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് റിലയൻസ് കമ്പനിക്ക് വേണ്ടി നടത്തിയ ഗൂഢാലോചനയാണ് KFC അഴിമതി എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്ത് എന്ന തരത്തിലാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. ഇനി 2 ചെറിയ കോളം വാർത്തകൾ നോക്കാം. റിസോർട്ടിലെ 6ാം നിലയിൽ നിന്ന് വീണ് 10 വയസ്സുകാരൻ മരിച്ചു എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. അടിമാലിയിലാണ് സംഭവം. സ്പെഡെക്സ് ദൗത്യം വീണ്ടും മാറ്റി എന്ന വാർത്ത മാധ്യമത്തിലും നൽകിയിരിക്കുന്നതായി കാണാം. ഇനി താഴേക്ക് വരുമ്പോൾ പെരിയ ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട വാർത്ത മാധ്യമത്തിലും നൽകിയിട്ടുണ്ട്. മുൻ MLA അടക്കം 4 പേരുടെ ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചു, ജാമ്യം എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. തൊട്ടരികിൽ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായതിനെ കുറിച്ചുള്ള വാർത്തയും കാണാൻ സാധിക്കും. താഴേക്ക് വരുമ്പോൾ തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും 6 മരണം എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട വാർത്തയും നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് നോക്കുമ്പോൾ കലോത്സവത്തിന്റെ വാർത്തകൾക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നതായി കാണാം. എന്നാൽ ഒപ്പം മറ്റു വാർത്തകളും പ്രാധാന്യം ഒട്ടും ചോരാതെ തന്നെ നൽകിയിട്ടുണ്ട്. ആദ്യം തന്നെ തലസ്ഥാനത്ത് തൃശൂർ പൂരം എന്ന വളരെ മനോഹരമായ ഫോണ്ടിലൊക്കെ നൽകിയിട്ടുണ്ട്. തൊട്ടരികിലായി ഒരു ചിത്രവും നൽകിയിട്ടുണ്ട്. കപ്പുമേന്തി കുട്ടികൾ നിൽക്കുന്ന ഒരു ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഇനി മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ ഹണി റോസിന്റെ പരാതിയിൽ അതിവേഗം നടപടി, ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിൽ എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടരികിലായി പെരിയ കേസുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. തടവ് ശിക്ഷ മരവിപ്പിച്ചു എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. പെരിയ കേസ് 4 CPM നേതാക്കൾക്ക് ജാമ്യം, CBIക്ക് ഹൈക്കോടതി നോട്ടീസ് എന്നിവയാണ് ഹൈലൈറ്റുകൾ. താഴേക്ക് വരുമ്പോൾ UDF ജമാഅത്തെ ബന്ധം ഉപേക്ഷിക്കണം, കാന്തപുരം വിഭാഗം എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടരികിൽ നിയമനക്കോഴ, കോൺഗ്രസ് നേതാക്കൾക്കെതിരെ 2 കേസ് എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി നോക്കുകയാണെങ്കിൽ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധം UGC ചട്ട ഭേദഗതി, സംഘപരിവാർ അജണ്ട എന്ന മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം വാർത്തയായി നൽകിയിരിക്കുന്നത് കാണാം. ഇനി ഏറ്റവും ഒടുവിലായി അപകടകരം പിൻവലിക്കണം CPIM എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാരുകളുടെ അധികാരങ്ങൾക്ക് വരുന്ന അപകടകരമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന UGC ചട്ടങ്ങളുടെ കരട് വിജ്ഞാപനം പിൻവലിക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു എന്ന തരത്തിലൊരു വാർത്ത നൽകിയിരിക്കുന്നതായി കാണാം. ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും തലക്കെട്ടുകളും. അടുത്ത ദിവസം വീണ്ടും പ്രധാന വാർത്തകളുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.